എൺപതുകളിൽ മലയാള സിനിമയിൽ ഉദിച്ചുയർന്ന താരമാണ് ശങ്കർ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ഒറ്റ ചിത്രത്തിലൂടെ ശങ്കർ സൂപ്പർ താരമായി മാറി. അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായിരുന്നു ശങ്കർ. യുവതികളും യുവാക്കളും ശങ്കറിൻ്റെ സിനിമ കാണാൻ ഇടിച്ചു കയറി. എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു തുടങ്ങിയ ചിത്രങ്ങളൊക്കെ, മറക്കില്ലൊരിക്കലും തുടങ്ങിയ ചിത്രങ്ങളൊക്കെ, എന്തിനോ പൂക്കുന്ന പൂക്കൾ, ഇങ്ങനെ ഊതിക്കാച്ചിയ പൊന്ന്, ഇങ്ങനെ കുറേ ഹിറ്റ് ചിത്രങ്ങൾ ശങ്കർ മലയാള സിനിമയ്ക്ക് നൽകി. അതിവേഗമായിരുന്നു ശങ്കറിൻ്റെ വളർച്ച, അതിവേഗമായിരുന്നു ശങ്കറിൻ്റെ തകർച്ച. എന്തുകൊണ്ട് ശങ്കർ ഔട്ടായി എന്നതിൻ്റെ സത്യാവസ്ഥയാണ് സിനിമാ കേരള വെളിപ്പെടുത്തുന്നത്. എങ്ങനെ നീ മറക്കും എന്ന ചിത്രമാണ് ശങ്കറിനെ ഔട്ടാക്കി മോഹൻലാലിനെ സൂപ്പർ താരമാക്കി മാറ്റിയത്. എങ്ങനെ നീ മറക്കും ഒരു ലവ് സ്റ്റോറിയാണ്, മ്യൂസിക്കൽ റൊമാൻറ്റിക് ഡ്രാമ എന്ന് വേണമെങ്കിൽ ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം. പ്രിയദർശനാണ് ഈ ചിത്രത്തിന് കഥയും തിരക്കഥയും ഒരുക്കിയത്. എം മണിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. ശങ്കറും മോഹൻലാലും തുല്യ പ്രാധാന്യമുള്ള നായക വേഷത്തിൽ അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ മേനകയായിരുന്നു നായിക. ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ആണ് ശങ്കറിനെ തകർത്തു കളഞ്ഞത് സിനിമയിൽ. ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൽ ശങ്കർ അവതരിപ്പിക്കുന്ന കഥാപാത്രം വിഷം കുടിച്ച് മരിക്കുന്ന രീതിയിലാണ് പ്രിയദർശൻ ക്ലൈമാക്സ് ഒരുക്കിയത്. കഥയുടെ ചർച്ച നടക്കവേ ഈ ചിത്രത്തിൽ ഗാനങ്ങൾ എഴുതിയ ചുനക്കര രാമൻകുട്ടി ഒരു നിർദ്ദേശം വെച്ചു. ശങ്കർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് പകരം ശങ്കറിൻ്റെ സ്നേഹിതനായി അവതരിപ്പിക്കുന്ന, സുഹൃത്തായി അഭിനയിക്കുന്ന മോഹൻലാൽ മരിക്കുന്ന രംഗം വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ കൂടുതൽ സ്വീകരിക്കും എന്നായിരുന്നു ചുനക്കര രാമൻകുട്ടിയുടെ അഭിപ്രായം. ശങ്കർ സ്വാഭാവികമായും മരിക്കുന്നത് പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാനാകും. കാരണം ശങ്കറിൻ്റെ സിനിമകളെല്ലാം എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ശങ്കർ ക്ലൈമാക്സിൽ മരിക്കുന്നുണ്ട്. വിഷം കുടിച്ച് തന്നെയാണ് അതിലും മരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്നതിൻ്റെ ഹാങ് ഓവർ എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിനെ ബാധിക്കുമെന്ന് ചുനക്കര രാമൻകുട്ടി പറഞ്ഞപ്പോൾ പ്രിയദർശൻ ക്ലൈമാക്സ് മാറ്റി. പ്രിയദർശൻ ക്ലൈമാക്സ് മാറ്റിയ കാര്യം ശങ്കറെ അറിയിച്ചു. ശങ്കർ ആകെ മൊത്തം വിഷമത്തിലായി. ഇങ്ങനെ ഒരു ക്ലൈമാക്സ് വന്നു കഴിഞ്ഞാൽ തന്നെ പ്രേക്ഷകർ തഴയുമെന്നും മോഹൻലാലിന് പ്രാധാന്യം കിട്ടുമെന്നും ശങ്കർ വാദിച്ചു. പക്ഷേ പ്രിയദർശൻ ശങ്കറിന് ഒരു വാക്ക് കൊടുത്തു. അടുത്ത ചിത്രത്തിൽ ശങ്കർ നായകൻ, മോഹൻലാൽ നെഗറ്റീവ് കഥാപാത്രം. ആ വാക്കിൽ ശങ്കർ വീണു. എന്തായാലും ക്ലൈമാക്സ് മാറി ചിത്രത്തിൻ്റെ. ചുനക്കര രാമൻകുട്ടി നിർദ്ദേശിച്ചതുപോലെ, അന്തരിച്ച ഗാനരചയിതാവായ ചുനക്കര രാമൻകുട്ടി നിർദ്ദേശിച്ചതുപോലെ ക്ലൈമാക്സ് മാറിയപ്പോൾ ചിത്രം സൂപ്പർ ഹിറ്റായി. മോഹൻലാൽ യുവതീ-യുവാക്കളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. അതിൽ മോഹൻലാൽ രാമു എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. ശങ്കർ ശ്യാം എന്ന ഗായകനായും അഭിനയിച്ചു. ഇരുവരുടെയും സൗഹൃദമാണ് ചിത്രത്തിൻ്റെ ചർച്ചാ വിഷയം, പ്രതിപാദ്യ വിഷയം. ക്ലൈമാക്സിൽ ശങ്കർ വിഷം നിറച്ചു വയ്ക്കുന്ന കോളക്കുപ്പി, അല്ലെങ്കിൽ കൊക്കോ കോള കുപ്പി മോഹൻലാൽ എടുത്ത് കുടിക്കുന്നു. ശങ്കർ അതറിയുന്നില്ല. ഒടുവിൽ മോഹൻലാൽ മരിക്കുന്നു. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ട്വിസ്റ്റായിരുന്നു ഇത്. ഒരു ഡബിൾ ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ചിത്രത്തിൽ മുഴുനീളം ഗാനരംഗങ്ങളെല്ലാം ശങ്കറിനായിരുന്നു. പക്ഷേ ക്ലൈമാക്സ് എത്തിയപ്പോൾ മോഹൻലാൽ പണം കൊണ്ടുപോയി. ഈ ഒറ്റ ചിത്രത്തിലൂടെ മോഹൻലാൽ സൂപ്പർ താരമായി മാറുകയും ചെയ്തു. ശങ്കറിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയായിരുന്നു ഫലം. പക്ഷേ പ്രിയദർശൻ വാക്കുപാലിച്ചു. അടുത്ത ചിത്രമായ ഒന്നാനാം കുന്നിൽ ഓരടി കുന്നിൽ ഒരുക്കിയത് പ്രിയദർശൻ. ആ ചിത്രത്തിൽ ശങ്കർ നായകനും മോഹൻലാൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രവും. ചിത്രം വലിയ പബ്ലിസിറ്റിയോടെയാണ് തിയേറ്ററുകളിൽ എത്തിയത്.
എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിന് ശേഷം ശങ്കറും മോഹൻലാലും ഒരുമിക്കുന്ന ചിത്രം, ഇരുവരും സുഹൃത്തുക്കളായി അഭിനയിക്കുന്ന ചിത്രം എന്നൊക്കെയുള്ള പ്രത്യേകത ഒന്നാനാം കുന്നിൽ ഓരടി കുന്നിൽ എന്ന ചിത്രത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്ന് തരിപ്പണമായി. ആ ചിത്രം പ്രേക്ഷകർ നിരസിച്ചു. ശങ്കറിന് വലിയ മൈലേജ് കിട്ടേണ്ട ചിത്രമായിരുന്നു ഒന്നാനാം കുന്നിൽ ഓരടി കുന്നിൽ. നല്ലൊരു ചിത്രമായിരുന്നു ഇത്. പക്ഷേ അക്കാലത്തെ പ്രേക്ഷകർക്ക് ആ ചിത്രം ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അതോടുകൂടി ശങ്കറിൻ്റെ കാറ്റുപോയി. പിന്നീട് അങ്ങോട്ട് മോഹൻലാലിൻ്റെ വളർച്ചയായിരുന്നു. ശങ്കറും മോഹൻലാലും തുല്യവേഷത്തിൽ അഭിനയിച്ച പൂച്ചയ്ക്കൊരു മുക്കുത്തിയൊക്കെ വലിയ ഹിറ്റായി മാറി. അരം പ്ലസ് അരം കിന്നരം ഹിറ്റായി മാറി. അപ്പോഴേക്കും മോഹൻലാൽ യുവതീ-യുവാക്കളുടെ പ്രിയം പിടിച്ചു പറ്റിയിരുന്നു. ശങ്കർ പതുക്കെ പതുക്കെ ഔട്ടാകാൻ തുടങ്ങി. ശങ്കറിൻ്റെ തെറ്റായ തീരുമാനം, സിനിമകൾ എടുക്കുന്നതിൽ ശങ്കർ സ്വീകരിക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ ശങ്കറിൻ്റെ കരിയറിനെ വല്ലാതെ ബാധിച്ചു. 80കളുടെ മധ്യത്തിലെത്തിയപ്പോൾ ശങ്കർ ക്ലീൻ ബൗൾഡായി മാറി മലയാള സിനിമയിൽ. അതിനിടയിൽ ശങ്കർ തിരിച്ചുവരവ് നടത്താൻ മറ്റൊരു ശ്രമം കൂടി നടത്തി. പ്രിയദർശനായിരുന്നു അതിന് ശങ്കറെ സഹായിച്ചത്. മുഴുനീള ആക്ഷൻ ഹീറോ വേഷത്തിൽ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന ചിത്രത്തിൽ ശങ്കർ നായകനായി. ആ ചിത്രത്തിൽ ഉപനായകനായെത്തിയത് മമ്മൂട്ടിയായിരുന്നു. പക്ഷേ ആ ചിത്രവും പരാജയപ്പെട്ടു. ശങ്കറിൻ്റെ മുഴുനീള ആക്ഷൻ രംഗങ്ങൾ ഈ ചിത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതിലെ ആക്ഷൻ രംഗങ്ങളിൽ ശങ്കർ ഡ്യൂപ്പില്ലാതെയൊക്കെ അഭിനയിച്ചു. പക്ഷേ ഒന്നാനാം കുന്നിൽ ഓരടി കുന്നിൽ എന്ന ചിത്രത്തിൻ്റെ വിധിയായിരുന്നു പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന ചിത്രത്തിന് ഉണ്ടായത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം വലിയ പരാജയമായി മാറി. ചുരുക്കത്തിൽ എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിന് ശേഷം തൊട്ടതെല്ലാം ശങ്കറിന് പിഴച്ചു എന്ന് വേണമെങ്കിൽ പറയാം. റൊമാൻറ്റിക് നായകൻ എന്ന ചതുരക്കള്ളിയിൽ തളച്ചിടപ്പെട്ട ശങ്കർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും ശ്രമിച്ചില്ല. സ്വന്തമായി ശബ്ദവും ശങ്കറിന് ഇല്ലായിരുന്നു. ചന്ദ്രമോഹൻ എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ശങ്കറിന് ശബ്ദം നൽകിയിരുന്നത്. ചന്ദ്രമോഹൻ മരിച്ചതോടെ ശങ്കറിന് ശബ്ദം നൽകാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ഇല്ലാതായി മാറി. ശബ്ദം നൽകിയവർ ചന്ദ്രമോഹനെ പോലെ കൃത്യമായി ശങ്കറിന് ശബ്ദം നൽകാൻ കഴിഞ്ഞതുമില്ല. സ്വന്തമായി ശബ്ദം വികസിപ്പിച്ചെടുക്കാൻ ശങ്കർ ശ്രമിച്ചതുമില്ല. മോഹൻലാലും മമ്മൂട്ടിയും മലയാള സിനിമയിൽ ഇടിച്ചു കയറി. ഇരുവരും രണ്ട് ധ്രുവങ്ങളിൽ സൂപ്പർ താരങ്ങളായി മാറി. ശങ്കർ തകർന്ന് തരിപ്പണമായി മാറി. സിനിമകൾ ശങ്കറിന് ഇല്ലാതായി മാറി. വ്യക്തിജീവിതത്തിലും പിന്നീട് ശങ്കറിന് തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. വിവാഹങ്ങൾ, വിവാഹമോചനങ്ങൾ എന്നിങ്ങനെയായി ശങ്കറിൻ്റെ വ്യക്തിജീവിതം. പാവപ്പെട്ട നടനാണ്, നല്ല മനസ്സിനുടമയാണ് ശങ്കർ. എല്ലാവരോടും സൗഹൃദപൂർവ്വം പെരുമാറുന്ന വ്യക്തിത്വം. പക്ഷേ ശങ്കറിന് സിനിമയിൽ നിൽക്കേണ്ട ഉഡായിപ്പുകൾ അത് അറിഞ്ഞുകൂടായിരുന്നു. ശങ്കറിനെ വളർത്താൻ അന്ന് സംവിധായകർ ഉണ്ടായിരുന്നു, പ്രിയദർശനും ഭദ്രനും ഒക്കെ. പക്ഷേ ശങ്കറിന് ഒരു വീഴ്ച വന്നപ്പോൾ ഇവരാരും ശങ്കറിന് കൈത്താങ്ങ് നൽകിയില്ല എന്നത് സത്യം. എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് മാറിയില്ലായിരുന്നുവെങ്കിൽ കുറച്ചു കാലം കൂടി ശങ്കറിന് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു.